ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ സൈക്കോളജിയുടെ പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കഴിഞ്ഞു അല്ലേ? അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് പറഞ്ഞു, അതുപോലെ സോഷ്യൽ ഡെവലപ്മെന്റ് പറഞ്ഞു. ഇനി എന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ നമുക്ക് എന്താണ് മെയിനായിട്ട് നോക്കാനുള്ളത് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് എന്താണ്? രണ്ട് സൈക്കോളജിസ്റ്റിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളാണ്. അതിൽ ഒരു സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ഒരാള് ആരാണ്? നോം ചോംസ്കി. നോം ചോംസ്കിയും അതുപോലെ തന്നെ നെക്സ്റ്റ് സയന്റിസ്റ്റ് എന്ന് പറയുന്നത്, സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ആരാണ്? വൈഗോട്സ്കി. അപ്പൊ നോം ചോംസ്കി ആൻഡ് വൈഗോട്സ്കി എന്ന് പറയുന്ന രണ്ട് സൈക്കോളജിസ്റ്റിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളും അവരുടെ സ്റ്റേജസ് ഓഫ് എന്താണ്, അവരെന്താണ് ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റുമായിട്ട് എന്താണ് പറഞ്ഞത്, അതുപോലെ തന്നെ അതിലുള്ള സ്റ്റേജസ് ഓഫ് എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ചെറിയൊരു ക്ലാസ് ആണ്. സോ എല്ലാവരും നോട്ട്സ് എഴുതുക. ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പോയിന്റ്സുകൾ ശ്രദ്ധിക്കുക. അത്രയും ഡീപ്പായിട്ട് നമ്മൾ ബി.എഡ് പഠിക്കുക, അത്രയും ഡീപ്പായിട്ട് പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളൊരു സെറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? ഫസ്റ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നോം ചോംസ്കി ആണ് അല്ലെ? അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്താണ്? നോം ചോംസ്കി. നോം ചോംസ്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ഐഡിയയാണ് ഏതെന്ന് പറയുന്നത് ലാഡ് എന്ന് പറയുന്നത്. എന്താണ് ലാഡ്? LAD, ലാഡ്. എന്താണ് ലാഡ് എന്ന് പറഞ്ഞ ഫുൾ ഫോം എന്താണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് ലാഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നോം ചോംസ്കി ആണ് ആ ഒരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്തത്. എന്താണ് ആ ഐഡിയയിൽ പറയുന്നതെന്ന് വെച്ചാൽ അതായത് ഏതൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും ഈ ലാഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത് ഒരു എന്താണ് ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള മെന്റൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതായത് ഏതൊരു ഇൻഡിവിജ്വലും ബോൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ബോൺ ചെയ്ത ഇൻഡിവിജ്വൽ നമുക്ക് ഇൻഫാൻസി എന്ന് പറയാം അല്ലെ? ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? ഇൻഫാൻസി ആണ്. അപ്പൊ ആ ഇൻഫാൻസി പീരീഡിലുള്ള ആ ഒരു ഇൻഡിവിജ്വലിന് എന്തുണ്ടായിരിക്കും? ഇൻഫാന്റിന് എന്തുണ്ടായിരിക്കും? ആ ഒരു ഇൻഫാന്റിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ഒരു മെന്റൽ കപ്പാസിറ്റി ഉണ്ട്. എന്തിനുള്ള മെന്റൽ കപ്പാസിറ്റിയാണ്? ടു അക്യൂർ ആൻഡ് പ്രൊഡ്യൂസ് ലാംഗ്വേജ്. ടു അക്യൂർ ആൻഡ് പ്രൊഡ്യൂസ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊരു ഇൻഫാന്റ് ബോൺ ചെയ്ത എന്തുണ്ടായിരിക്കും? അവർക്കൊരു മെന്റൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കും. എന്താണ്? മെന്റൽ കപ്പാസിറ്റി. ആ മെന്റൽ കപ്പാസിറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു അക്യൂർ ആൻഡ് ടു അക്യൂർ ആൻഡ് എന്താണ്? ടു അക്യൂർ ആൻഡ് പ്രൊഡ്യൂസ് ലാംഗ്വേജ്. ഓക്കെ. ടു അക്വയർ ആൻഡ് പ്രൊഡ്യൂസ് ലാംഗ്വേജ്. അപ്പൊ ഏതൊരു ഇൻഫാന്റിനും ബോൺ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് എന്തിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും? ഒരു മെന്റൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കും, വിച്ച് എനേബിൾ ആൻഡ് ഇൻഫാന്റ് ടു അക്വയർ ആൻഡ് പ്രൊഡ്യൂസ് ലാംഗ്വേജ് എന്നാണ് ആര് പറയുന്നത്? ചോംസ്കി പറയുന്നത്. അതായത് ഏതൊരു ചൈൽഡും ബോൺ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഏതൊരു ചൈൽഡും ബോൺ ചെയ്യുന്നത് എന്തോട് കൂടിയിട്ടാണ് ബോൺ ചെയ്യുന്നത്? വിത്ത് എ ലാഡ് ആയിട്ടാണ്. ഈ പറഞ്ഞ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആയിട്ടാണ് ഏതൊരു ഇൻഡിവിജ്വലും എന്ത് ചെയ്യുന്നത്? ബോൺ ചെയ്യുന്നത്. അത് എന്ന് പറയുന്നത് അതെന്താണ്? എന്താണ് മെന്റൽ കപ്പാസിറ്റി ആണ്. എന്താണ് അത് ഹോൾഡ് ചെയ്യുന്നത്? ഒരു ലാഡ് എന്താണ് ഹോൾഡ് ചെയ്യുന്നത്? ദാറ്റ് ഹോൾഡ് ദ ഫണ്ടമെന്റൽ റൂൾസ് ആണ്. എന്താണ്? ഫണ്ടമെന്റൽ റൂൾസ്. ദാറ്റ് ഹോൾഡ് ദ ഫണ്ടമെന്റൽ റൂൾസ് ഫോർ
ലാംഗ്വേജ്. നമ്മളിപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണല്ലോ പറയുന്നത്. അപ്പൊ അതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന രണ്ട് സൈക്കോളജിസ്റ്റിൽ ഒരാളാണ് നോം ചോംസ്കി. അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് ലാഡ് എന്ന് പറയുന്നത്. ലാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു മെന്റൽ കപ്പാസിറ്റി ആണ്. അതായത് എന്തിനുള്ള മെന്റൽ കപ്പാസിറ്റി? ഏതൊരു ഇൻഫാന്റിനും അക്യൂർ ചെയ്യാനും അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനും എന്ത്? ലാംഗ്വേജ്. അപ്പോൾ ഏതൊരു ഇൻഫാന്റും ബോൺ ചെയ്യുന്നത് എന്തായിട്ടാണ്? ലാഡ് ആയിട്ടാണ്. അതായത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ദാറ്റ് എന്താണ് ഹോൾഡ് ചെയ്യുന്നത്? ദ ഫണ്ടമെന്റൽ റൂൾസ് ഫോർ ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ ഇതാണ് നോം ചോംസ്കിയുമായിട്ട് എന്താണ് എന്നിട്ട് ഇതിൽ നിന്ന് ഈ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൂൾസ് ഫോർ ലാംഗ്വേജ് അതിലാണ് പിന്നെ അത് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ലാഡിന്റെ ഇതുകൊണ്ട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ ഓരോ ഇൻഡിവിജ്വലും ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നതാണ് ആര് പറയുന്നത്? നോം ചോംസ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറയുന്നത്. ഓക്കെ, സൈക്കോളജിസ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് സൈക്കോളജിസ്റ്റ് നമ്മൾ പറഞ്ഞത് ആരായിരുന്നു? യെസ്, ആരാണ്? വൈഗോട്സ്കി ആണ്. ഇനി വൈഗോട്സ്കിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് വൈഗോട്സ്കിയുടെ സ്റ്റേജസ് ഓഫ് വൈഗോട്സ്കി ഈ വൈഗോട്സ്കിയുടെ എന്താണ് സ്റ്റേജസ് ഓഫ് വൈഗോട്സ്കീസ് സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അപ്പൊ ഈ വൈഗോട്സ്കി സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് 4 സ്റ്റേജസ് ആണ് പറയുന്നത് കേട്ടോ. 4 സ്റ്റേജസ് ആണ് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രിമിറ്റീവ് സ്പീച്ച് സ്റ്റേജ് ആണ്. എന്താണ്? പ്രിമിറ്റീവ് സ്പീച്ച് സ്റ്റേജ്. പ്രിമിറ്റീവ് സ്പീച്ച് സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നെയിം സൈക്കോളജിക്കൽ സ്പീച്ച് സ്റ്റേജ്. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഈഗോസെൻട്രിക് സ്പീച്ച് സ്റ്റേജ്. ലാസ്റ്റ് വൺ ഇൻഗ്രോത്ത് സ്പീച്ച് സ്റ്റേജ്. ഇൻഗ്രോത്ത് സ്പീച്ച് സ്റ്റേജ് അങ്ങനെ 4 സ്റ്റേജസ് പറയുന്നുണ്ട്. ഈ 4 സ്റ്റേജസിന്റെ ജസ്റ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ 4 സ്റ്റേജസിന്റെയും കുറച്ച് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് പ്രിമിറ്റീവ് സ്പീച്ച് സ്റ്റേജ്. ഈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് കുട്ടികൾക്ക് നോൺ ഇന്റലക്ച്വൽ ആയിട്ടുള്ള തോട്ട്ലെസ് ആയിട്ടുള്ള സ്പീച്ച് ആണ്. എന്താണ്? നോൺ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ എന്താണ്? തോട്ട്ലെസ് ആയിട്ടുള്ള സ്പീച്ച് ആണ് ഉണ്ടാവുക. നോൺ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ തോട്ട്ലെസ് സ്പീച്ച് ആണ് പ്രിമിറ്റീവ് സ്പീച്ച് സ്റ്റേജിൽ ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് വൈഗോട്സ്കിയുടെ നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുന്നത് നൈവ് സൈക്കോളജിക്കൽ സ്പീച്ച് സ്റ്റേജ്. അവിടെ ഉള്ളത് എന്താ വെച്ചാൽ എന്താണ്? കറക്റ്റ് യൂസ് ഓഫ് ലാംഗ്വേജ്. കുട്ടികൾ ലാംഗ്വേജ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ലാംഗ്വേജ് സ്ട്രക്ചേഴ്സും വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ എന്താണ് ലോജിക്കൽ മീനിങ്. അതായത് കറക്റ്റ് ആയിട്ട് എന്ത് യൂസ് ഓഫ് ലാംഗ്വേജ് അല്ലെ കറക്റ്റ്. അതായത് ലാംഗ്വേജ് സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് സ്പീച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ അവർക്ക് അതിന്റെ എന്തറിയില്ല, ലോജിക്കൽ മീനിങ് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു പീരീഡാണ് നെയ്വ് സൈക്കോളജിക്കൽ സ്പീച്ച് സ്റ്റേജ് പറയുന്നത്. നെക്സ്റ്റ് ഈഗോസെൻട്രിക് സ്പീച്ച് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ സയൻസുകൾ അവരെന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? സയൻസുകൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ആസ് എയ്ഡ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് ദി ഇന്റേണൽ പ്രോബ്ലംസ്. അതായത് എക്സ്റ്റേണൽ സയൻസുകൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ദെൻ ഫോർത്ത് സ്റ്റേജ് ഇൻഗ്രോത്ത് സ്പീച്ച് സ്റ്റേജ് ആകുമ്പോൾ അവിടുത്തെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? തോട്ട്സുകൾ സൗണ്ട്ലെസ് സ്പീച്ച് ആണ്. അതായത് സൗണ്ട്ലെസ് എബിലിറ്റി ടു മാനിപ്പുലേറ്റ് എന്താണ്? തോട്ട്സ്. അതായത് എബിലിറ്റി ടു മാനിപ്പുലേറ്റ് തോട്ട്സ്. ഓരോ ഇൻഡിവിജ്വൽസും അവരുടെ തോട്ട്സ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്? മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. എന്ത് യൂസ് ചെയ്തിട്ടാണ്? യൂസിങ് പറഞ്ഞ എന്താണ്? സൗണ്ട്ലെസ് സ്പീച്ച് യൂസ് ചെയ്തിട്ട്.
അപ്പൊ ഇതാണ് ആര് പറഞ്ഞ സ്റ്റേജസ്, വൈഗോട്സ്കിയുടെ സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന സൈക്കോളജിസ്റ്റ് രണ്ടാളുകളാണ്, നോം ചോംസ്കി ആൻഡ് വൈഗോട്സ്കി. അതിൽ തന്നെ നോം ചോംസ്കിയിൽ മെയിനായിട്ട് നമ്മൾ എന്താണ് പറയുന്നത് ലാഡ് എന്ന് പറയുന്ന ഒരു ഐഡിയയാണ്. ലാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് പറയുന്നത് എന്താണ് പറയുന്നത്, അതൊരു മെന്റൽ കപ്പാസിറ്റി ആണ് ഏതൊരു ഇൻഫാന്റിനും എന്ത് ചെയ്യാൻ, അക്വയർ ആൻഡ് പ്രൊഡ്യൂസ് ലാംഗ്വേജ്. അപ്പൊ ഏതൊരു ഇൻഡിവിജ്വലും ബോൺ ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണെന്ന് പറയുന്നത്, നമ്മളുടെ ഈ പറഞ്ഞ ലാഡ് വെച്ചിട്ടാണ്. ഏതൊരു ഇൻഡിവിജ്വലും ബോൺ ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ടാവുന്ന പറയുന്നത്, ലാഡ് ഉണ്ടാവുന്ന പറയുന്നത്. ആ ലാഡ് എന്താണ് ഹോൾഡ് ചെയ്യുന്നത്, ഫണ്ടമെന്റൽ റൂൾസ് ഫോർ ലാംഗ്വേജ്. അപ്പോൾ ഈ ലാഡിന്റെ ഫുൾ ഫോം ചോദിക്കാം, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ്, അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് സൈക്കോളജിസ്റ്റ് ആരാണ്, നോം ചോംസ്കി. നെക്സ്റ്റ് വരുന്നത് എന്താണ്, വൈഗോട്സ്കിയുടെ എന്താണ് സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. മെയിൻ ആയിട്ട് 4 സ്റ്റേജാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് പ്രിമിറ്റീവ് സ്പീച്ച് സ്റ്റേജ്. അതിന്റെ പ്രത്യേകത അവിടെ എന്താണ്, നോൺ ഇന്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ തോട്ട്ലെസ് ആയിട്ടുള്ള സ്പീച്ച് ആയിരിക്കും ഉണ്ടാവുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജ് നെയ് സൈക്കോളജിക്കൽ സ്പീച്ച് സ്റ്റേജ്. അവിടെ എന്താണ്, കുട്ടികളുടെ ലാംഗ്വേജ് സ്ട്രക്ചർ എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും, പക്ഷെ അവർക്ക് അതിന്റെ മീനിങ് എന്താ കാര്യമായിട്ട്, അതായത് വിത്തൗട്ട് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദർ ലോജിക്കൽ മീനിങ് ആണ്. തേർഡ് സ്റ്റേജ് പറയുന്നത് ഈഗോസെൻട്രിക് സ്പീച്ച് സ്റ്റേജ് ആണ്. കുട്ടികൾ എന്താണ് അവിടെ യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ സയൻസുകളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് സ്റ്റേജ് ഇൻഗ്രോത്ത് എന്താണ് സ്പീച്ച് സ്റ്റേജ്. അവിടെ എന്തായിരിക്കും, കുട്ടികൾ മാനിപ്പുലേറ്റ് തോട്ട്സുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ചെയ്യുന്നത് ബൈ യൂസിങ് എന്താണ് സൗണ്ട്ലെസ് സ്പീച്ച്. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട പോയിന്റ്സുകൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട്സ് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.